ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ബിസിനസ് സ്റ്റഡീസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ സോൾ പ്രോപ്പർട്ടിഷിപ്പ്, അതേപോലെ തന്നെ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, ദെൻ പാർട്ട്ണർഷിപ്പ് എന്നിവയുടെ ഫീച്ചേഴ്സ്, മെറിറ്റ്, ഡീമെറിറ്റ് എന്നിവ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നോക്കാം. ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്, അതിൽ 6 ടൈപ്പ് പാർട്ട്നേഴ്സ് ഉണ്ട്. നമുക്ക് അതിലെ ഓരോന്നും നോക്കാം. ആക്റ്റീവ് പാർട്ട്ണർ ഉണ്ട്, അതല്ലെങ്കിൽ വർക്കിംഗ് പാർട്ട്ണർ ഉണ്ട്, ദെൻ സ്ലീപ്പിംഗ് പാർട്ട്ണർ ഓർ ഡോർമന്റ് പാർട്ട്ണർ, സീക്രട്ട് പാർട്ട്ണർ, നോമിനൽ പാർട്ട്ണർ, പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ ആൻഡ് പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. ഇത്തരം 6 രീതിയിലുള്ള 6 തരത്തിലുള്ള പാർട്ട്നേഴ്സ് ഉണ്ട്. ഇത് ഡിസ്കസ് ചെയ്യുന്നത് ആക്റ്റീവ് പാർട്ട്ണറിനെ കുറിച്ചാണ്. ആക്റ്റീവ് പാർട്ട്ണറെ കുറിച്ചുള്ള ഒരു വിവരണങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. An active partner is one who contribute capital, participate in the management of the firm. ആക്റ്റീവ് പാർട്ട്ണർ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ക്യാപിറ്റൽ എടുക്കുകയും അല്ലെ ബിസിനസ് സ്ഥാപനത്തിന് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ലേക്കുള്ള ഫണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ എടുക്കുകയും അതേപോലെ തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയിൽ ഇടപെടുകയും ചെയ്യുന്നു. മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിച്ചത് അതിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നു. ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണോ ഷെയറിംഗ് റേഷ്യോ ഉള്ളത് അതിനനുസരിച്ച് ഷെയർ ചെയ്യുകയും അതേപോലെ തന്നെ ഫേമിന് പാർട്ട്ണർഷിപ്പ് ഫേമിന് എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന് അത് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ദെൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൻ്റെ ബിസിനസ്സിൻ്റെ ആക്റ്റീവ് പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ അഫയേഴ്സിൽ ഏറ്റെടുക്കുന്നതോടുകൂടി അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നു? വർക്കിംഗ് പാർട്ട്ണർ എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തെ വർക്കിംഗ് പാർട്ട്ണർ എന്ന് കൂടി വിളിക്കുന്നു. അടുത്തതാണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത്. സ്ലീപ്പിംഗ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ചിത്രമൊക്കെ നിങ്ങൾക്ക് കാണാം അല്ലേ. സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത് പാർട്ട്ണർ ക്യാപിറ്റൽ എടുക്കുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി ഒക്കെ അൺലിമിറ്റഡ് ആണ്. പക്ഷേ അയാൾ എന്ത് ചെയ്യുന്നില്ല? ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ അയാൾ ഇടപെടുന്നില്ല. അയാൾ സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് ഉദ്ദേശിച്ചത് പാർട്ട്ണർ ആണെങ്കിലും അദ്ദേഹം ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളിൽ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇടപെടുന്നില്ല. അദ്ദേഹം പ്രോഫിറ്റ് ലോസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് അൺലിമിറ്റഡ് ആണ്. തേർഡ് പാർട്ടീസിൻ്റെ നമ്മൾ പറഞ്ഞത് അത് ക്യാപിറ്റലും അതേപോലെ തന്നെ ലയബിലിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞത് അദ്ദേഹം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഒരു ഡോർമന്റ് പാർട്ട്ണർ എന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ആക്റ്റീവ് പാർട്ട്ണറിനെ നമ്മൾ മറ്റൊരു പേര് വിളിച്ചു വർക്കിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ വർക്കിംഗ് പാർട്ട്ണർ എന്നും, ഇവിടെ സ്ലീപ്പിംഗ് പാർട്ട്ണറിനെ എന്തെന്ന് വിളിക്കുന്നു? ഡോർമന്റ് പാർട്ട്ണർ എന്ന് വിളിക്കുന്നുണ്ട്. അടുത്തതാണ് സീക്രട്ട് പാർട്ട്ണർ. സീക്രട്ട് പാർട്ട്ണർ എന്ന് പറയുന്നത് ഒരു പാർട്ട്ണർക്ക് അദ്ദേഹം ക്യാപിറ്റൽ എടുക്കുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യണു, എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ അയാൾ പാർട്ട്ണർ എന്ന് അറിയപ്പെടാൻ അദ്ദേഹം ആഗ്രഹമില്ല. അദ്ദേഹത്തിൻ്റെ വിവരം എന്ത് ചെയ്യുന്നുണ്ട്? രഹസ്യമാക്കി വെക്കുന്നു. നമുക്കിതിലെ തിയറി നോക്കാം. എ സീക്രട്ട് പാർട്ട്ണർ, വൺ ഹു വോസ് അസോസിയേഷൻ വിത്ത് ഫേം ഈസ് അൺനോൺ ടു ദ ജനറൽ പബ്ലിക്. പൊതുജനങ്ങൾക്കിടയിൽ അദ്ദേഹം പാർട്ട്ണറാണെന്ന കാര്യം അദ്ദേഹം എന്ത് ചെയ്യുന്നു? രഹസ്യമാക്കി വെക്കുന്നു അല്ലേ. അതുമാത്രമല്ല പിന്നെന്താ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഹി കോൺട്രിബ്യൂട്ട് ദ ക്യാപിറ്റൽ ഓഫ് ദ ഫേം. അതേപോലെ തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റിൽ ഇടപെടുന്നു, അതേ പ്രോഫിറ്റും ലോസൊക്കെ ഷെയർ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ് എന്നുണ്ടെങ്കിലും അയാൾ എന്ത് ചെയ്യുന്നില്ല? സീക്രട്ട് പാർട്ട്ണർ എന്നുള്ള പേരിൽ അറിയപ്പെടാനാണ് അയാളുടെ താല്പര്യം. അദ്ദേഹം പൊതുജനങ്ങളുടെ മുൻപിൽ അയാൾ പാർട്ട്ണറാണെന്ന്, ഞാൻ ഈ ഫേമിൻ്റെ അല്ലെങ്കിൽ ഞാൻ ഈ ഫേമിൻ്റെ പാർട്ട്ണറാണെന്ന് അറിയപ്പെടാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള പാർട്ട്നേഴ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സീക്രട്ട് പാർട്ട്ണർ എന്ന് വിളിക്കുന്നു. നോമിനൽ പാർട്ട്ണർ.
നോമിനൽ പാർട്ട്ണർ എന്നുള്ളതിൻ്റെ മലയാളം നാമമാത്രമായ പങ്കാളി എന്നാണ്. ഈ നോമിനൽ പാർട്ട്ണർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയോ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യുകയോ ചെയ്യുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരും അതേപോലെ തന്നെ പ്രശസ്തിയും അല്ലെങ്കിൽ യശസ്സും സ്ഥാപനത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നു, അദ്ദേഹം അത് നൽകാൻ തയ്യാറാകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പാർട്ട്ണറിനെ എന്തെന്ന് വിളിക്കുന്നു? നോമിനൽ പാർട്ട്ണർ എന്ന് വിളിക്കും. അപ്പോൾ നോമിനൽ പാർട്ട്നേഴ്സിനെ അദ്ദേഹത്തിന് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ തേർഡ് പാർട്ടീസിൻ്റെ മുന്നിൽ അദ്ദേഹം എന്താണ്? ആ സ്ഥാപനത്തിൻ്റെ കടം അല്ലെങ്കിൽ എന്തെങ്കിലും ഡെപ്റ്റ് വരികയാണെങ്കിൽ അത് കൊടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ഇത്തരത്തിലുള്ള പാർട്ട്നേഴ്സിനെ എന്തെന്ന് വിളിക്കുന്നു? നോമിനൽ പാർട്ട്ണർ എന്ന് വിളിക്കുന്നു. അടുത്തത് നോമിനൽ പാർട്ട്ണർ കഴിഞ്ഞാൽ അടുത്താണ് പാർട്ട്ണർ ബൈ എക്സ്റ്റോപ്പൽ എന്ന് പറയുന്നത്. പാർട്ട്ണർ ബൈ എക്സ്റ്റോപ്പൽ എന്ന് പറയുന്ന പാർട്ട്ണർ അദ്ദേഹം ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യുന്നില്ല? ഇടപെടുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ടോ അല്ലെങ്കിൽ സ്വഭാവം കൊണ്ടോ മറ്റുള്ളവർ അദ്ദേഹത്തെ വിചാരിക്കുന്നു അല്ലെങ്കിൽ ധരിക്കുന്നു ഹീസ് എ പാർട്ട്ണർ ഓഫ് ദാറ്റ് ഫേം. തേർഡ് പാർട്ടീസ് ആയിട്ടുള്ള ആൾക്കാർ വിചാരിക്കുകയാണ് അദ്ദേഹത്തിന്. ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവും കമ്പനിയുടെ ഞാൻ അതിൻ്റെ വലിയ ആളാണെന്നുള്ളൊക്കെ രീതിയിൽ കാട്ടിക്കൂട്ടൽ നടത്തും. അപ്പോൾ അങ്ങനെ കാട്ടിക്കൂട്ടൽ നടത്തുമ്പോൾ തേർഡ് പാർട്ടീസ് വിചാരിക്കുക ആൾക്കാരെന്താ വിചാരിക്കുക? അദ്ദേഹം ആ വ്യക്തി ആ സ്ഥാപനത്തിൻ്റെ പാർട്ട്ണറാണെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ തേർഡ് പാർട്ടീസ് ആയിട്ടുള്ള ആൾക്കാർ ക്യാപിറ്റലൊക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എമൗണ്ടൊക്കെ ഈ സ്ഥാപനത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇയാൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യണില്ല, ഇതിൻ്റെ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയിൽ ഇടപെടുന്നില്ല. എന്നാൽ മറ്റ് തേർഡ് പാർട്ടീസിൻ്റെ മുന്നിൽ അദ്ദേഹം ഒരു പാർട്ട്ണറാണെന്ന് മറ്റുള്ളവർ എന്തെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് തന്നെ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ വിചാരിച്ചതുകൊണ്ട് ആരെങ്കിലും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും ഫണ്ട് ഈ സ്ഥാപനത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? അതിൻ്റെ ബാധ്യത തീർക്കാൻ അദ്ദേഹത്തിനും കൂടി ബാധ്യസ്ഥനാണ്. ആ വ്യക്തിയും കൂടിയും ഈ സ്ഥാപനത്തിന് വരുന്ന കടം വന്നിട്ടുണ്ടെങ്കിൽ അത് തീർക്കാൻ ബാധ്യസ്ഥനാണ്. അത്തരത്തിലുള്ള പാർട്ട്നേഴ്സാണ് ഇതെന്ന് പറഞ്ഞ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സിലെ ലാസ്റ്റ് വണ്ണാണ് പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു പാർട്ട്ണർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയോ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യുകയോ ചെയ്യുന്നില്ല. ഇതിൻ്റെ മാനേജ്മെൻറ്റിൽ അയാൾ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നില്ല. പക്ഷേ അറിഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പാർട്ട്ണറായിട്ട് അഭിനയിക്കുന്നു. അദ്ദേഹം മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ പാർട്ട്ണറാണെന്ന് അറിഞ്ഞുകൊണ്ട് അഭിനയിക്കുമ്പോൾ അത്തരത്തിലുള്ള പാർട്ട്ണർ എന്തെന്ന് വിളിക്കുന്നു? പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ടിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതേപോലെ ക്യാപിറ്റൽ അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. എന്നാൽ തേർഡ് പാർട്ടീസിൻ്റെ മുന്നിൽ ഇദ്ദേഹം ഒരു പാർട്ട്ണറാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ ഇദ്ദേഹത്തിനെ കണ്ടിട്ട് എന്തെങ്കിലും പൈസ അല്ലെങ്കിൽ എന്തെങ്കിലും എമൗണ്ട് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം അത് തിരിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യുന്ന ബാധ്യസ്ഥനാണ്. ഇനി ഈ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് അയാൾക്ക് എന്ത് ചെയ്യാം? മറ്റുള്ളവരുടെ വേണമെങ്കിൽ അയാൾക്ക് ഞാനിതിൻ്റെ പാർട്ട്ണറല്ല കേട്ടോ എന്നുള്ളത് അവരെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? പൈസ കൊടുക്കുന്ന നേരത്ത് ഞാൻ അതിൻ്റെ യഥാർത്ഥ പാർട്ട്ണറൊന്നല്ല എന്നുള്ളത് വേണമെങ്കിൽ അദ്ദേഹത്തിന് വെളിപ്പെടുത്താം. അപ്പോൾ പാർട്ട്നേഴ്സ് നമ്മൾ പറഞ്ഞു: ആക്റ്റീവ് പാർട്ട്ണർ, സ്ലീപ്പിംഗ് പാർട്ട്ണർ, സീക്രട്ട് പാർട്ട്ണർ, പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്, ദെൻ പാർട്ട്ണർ ബൈ എക്സ്റ്റോപ്പൽ. ഇത്തരത്തിലുള്ള പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. കൺക്ലൂഷൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. കാണുന്നില്ലെങ്കിൽ ഞാൻ അതിനൊന്ന് ചെറുതാക്കി തരാം. ഓക്കെ, നോക്കാം. ആക്റ്റീവ് പാർട്ട്ണർ, അതേപോലെ തന്നെ സ്ലീപ്പിംഗ് പാർട്ട്ണർ, സീക്രട്ട് പാർട്ട്ണർ, നോമിനൽ പാർട്ട്ണർ, പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ, ഒരാളും കൂടി ഉണ്ട്, ദെൻ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. നോക്കാം ക്യാപിറ്റൽ ആരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നോക്കാം. ആക്റ്റീവ് പാർട്ട്ണർ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സ്ലീപ്പിംഗ് പാർട്ട്ണർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദെൻ സീക്രട്ട് പാർട്ട്ണർ
ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നോമിനൽ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ, പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് ഇവരെന്ത് ചെയ്യുന്നില്ല, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. പോയിന്റ് കിട്ടിയല്ലോ, മനസ്സിലായല്ലോ. ആരൊക്കെയാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ആക്റ്റീവ് പാർട്ട്ണർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, സ്ലീപ്പിംഗ് പാർട്ട്ണർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ദെൻ സീക്രട്ട് പാർട്ട്ണർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ള നോമിനൽ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ, പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്നിവരെന്ത് ചെയ്യുന്നില്ല, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഇനി ഇതേപോലെ തന്നെ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയിൽ ഇടപെടുന്ന ആൾക്കാരുടെ കുറിച്ചാണ്. ആക്റ്റീവ് പാർട്ട്ണർ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നുണ്ട്. എന്നാൽ സ്ലീപ്പിംഗ് പാർട്ട്ണറോ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയിൽ അയാൾ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ദെൻ സീക്രട്ട് പാർട്ട്ണറോ അദ്ദേഹം എന്ത് ചെയ്യുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മാനേജ്മെൻറ്റ്, ബട്ട് സീക്രട്ടിൽ അയാൾ രഹസ്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടുള്ളൂ, ഇതിൽ ആക്റ്റീവായി അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ വളരെ രഹസ്യമായിട്ട് അയാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി ബാക്കിയുള്ള നോമിനൽ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ, പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ടിൽ മാനേജ്മെൻറ്റിൽ ഇത്തരത്തിലുള്ള പാർട്ട്നേഴ്സ് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് ആണ്. ആക്റ്റീവ് പാർട്ട്ണർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്ലീപ്പിംഗ് പാർട്ട്ണർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സീക്രട്ട് പാർട്ട്ണറും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ നോമിനൽ പാർട്ട്ണറിൽ ജനറലി ഡസ് നോട്ട് ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അവർ പൊതുവെ എന്ത് ചെയ്യാറില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യാറില്ല. പിന്നീട് അങ്ങോട്ടുള്ള ബാക്കി 2 പേര് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പലും പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യുന്നില്ല. ഇനി ലയബിലിറ്റിയുടെ കേസാണ്. ലയബിലിറ്റിയുടെ കേസ് നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാ പാർട്ട്നേഴ്സും, ആക്റ്റീവ് പാർട്ട്ണറും സ്ലീപ്പിംഗ് പാർട്ട്ണറും പിന്നെ അതേപോലെ തന്നെ സീക്രട്ട് പാർട്ട്ണറും നോമിനൽ പാർട്ട്ണറും പാർട്ട്ണർ ബൈ എസ്റ്റോപ്പലും പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ടിനൊക്കെ ഇവർക്ക് എല്ലാവർക്കും എന്തുണ്ട്, അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ട്. അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഒന്നും കൂടി വളരെ എന്താണ്, നോമിനൽ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പലും പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ടും ഒക്കെ എന്താണ്, തേർഡ് പാർട്ടീസിൻ്റെ മുന്നിൽ മാത്രമാണ് അവർക്ക് എന്തുള്ളൂ, അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളൂ. ഇത്രയും ഏരിയയാണ് ഏതിൽ വരുന്നത്, ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സിൽ വരുന്നത്. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡ്യൂറേഷൻ്റെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ ഡ്യൂറേഷൻ്റെ അടിസ്ഥാനത്തിലും ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി, ഡ്യൂറേഷൻ്റെ അടിസ്ഥാനത്തിലും ലയബിലിറ്റിയുടെ അടിസ്ഥാനത്തിലും പാർട്ട്ണർഷിപ്പിനെ 2 എണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഏതൊക്കെ നോക്കാം. പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലും ദെൻ പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പും. പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലും അതേപോലെ തന്നെ പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പും നമുക്കതിൽ നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് മേ ബി 2 types with a limited liability with unlimited liability. നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റിയുടെ കേസസിൽ പാർട്ട്ണർഷിപ്പിനെ എത്ര എണ്ണമാക്കി മാറ്റിയിട്ടുണ്ട്, 2 എണ്ണമാക്കി മാറ്റിയിട്ടുണ്ട്. ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള പാർട്ട്ണർഷിപ്പും ഉണ്ട്, അതേപോലെ തന്നെ അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള പാർട്ട്ണർഷിപ്പും ഉണ്ട്. നമുക്ക് അതിൻ്റെ തുടക്കം മുതൽ ഇനി വീണ്ടും നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2 എണ്ണം പറഞ്ഞു. പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുന്നത് പാർട്ട്നേഴ്സിന് വേണമെങ്കിൽ ആജീവനാന്തകാലം പാർട്ട്നേഴ്സായിട്ട് തുടരാം. പ്രത്യേകിച്ച് അതിനൊരു ഡ്യൂറേഷനൊന്നും പറയുന്നില്ല. എപ്പോഴാണ് ഇവർക്ക് തമ്മിൽ പാർട്ട്നേഴ്സ് എന്നുള്ള ഒരാൾക്കാർക്ക് പിരിയണം എന്ന് തോന്നുന്നുവോ അത്രയും കാലത്തോളം ഇവർക്ക് പാർട്ട്നേഴ്സായിട്ട് പോകുന്നതാണ് ഏതെന്ന് പറഞ്ഞ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുന്നത്. നമുക്ക് ദിസ് ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പ് എക്സിസ്റ്റ് അറ്റ് ദി വിൽ ഓഫ് ദ പാർട്ട്നേഴ്സിൻ്റെ താല്പര്യപ്രകാരം, പാർട്ട്നേഴ്സിൻ്റെ അവരുടെ വിശ്വാസപ്രകാരം അവർക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് കൊണ്ടുപോവാം. ഇനി ഇവർക്ക് എപ്പോഴാണോ ഇവർക്ക് തമ്മിൽ പിരിയണമെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് അതിൻ്റെ ഒരു നോട്ടീസ് കൊടുക്കുകയും നോട്ടീസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വേർപിരിയുകയും ചെയ്യാം. ഇനി അടുത്തത് പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്, ഞാൻ അതൊന്ന് ചെറുതാക്കുന്നുണ്ട്. പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രോജക്റ്റിന് വേണ്ടിയിട്ട് പാർട്ട്നേഴ്സ് ആവുക, എന്നിട്ട് ആ പ്രോജക്റ്റ് കഴിഞ്ഞാൽ ഇവർ പാർട്ട്ണർഷിപ്പ് പിരിയുക. എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ പാർട്ട്നേഴ്സ് ആവും.
എന്നിട്ട് ആ പ്രോജക്റ്റിൻ്റെ ഇത് കഴിഞ്ഞാൽ, കാലഘട്ടം കഴിഞ്ഞാൽ ഇവർ പാർട്ട്നേഴ്സ് തമ്മിൽ എന്താണ് വേർപിരിയുന്നു. നോക്കാം ഇതിലെന്താ. പാർട്ട്നേഴ്സ് ഫോംഡ് ഫോർ ദി അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ദി പർട്ടിക്കുലർ പ്രോജക്റ്റ് ഓർ an activity to be carried on the specified time period is called particular partnership. particular partnership എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് ടൈം പീരിയഡ് ഒരു വെച്ചിട്ടുണ്ടാവും. ഇന്നൊരു പ്രോജക്റ്റ് തീർക്കുന്ന സമയം വരെ നമ്മൾ പാർട്ട്നേഴ്സ് ആവാം, അത് കഴിഞ്ഞാൽ നമുക്ക് വേർപിരിയാം എന്നൊക്കെ പറഞ്ഞു. ദ ഡിസോൾവ് ഓട്ടോമാറ്റിക്കലി വെൻ ദ പർപ്പസ് ഫോർ വിച്ച് it was formed is fulfilled or when the time of duration of expires. ആ പ്രോജക്റ്റിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ അവരുടെ ഒരു എത്ര കാലമാണോ പറഞ്ഞുള്ള ആ ടൈം പീരിയഡ് കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം, അവരുടെ പാർട്ട്ണർഷിപ്പ് പിരിയാം. ഓക്കെ, അപ്പോൾ പാർട്ട്ണർഷിപ്പ് നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ നോക്കി. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റിയുടെ കേസസിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ജനറൽ പാർട്ട്ണർഷിപ്പ്. ജനറൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇതിൽ നോക്കാം. The general partnership, the liability of the partner is unlimited and joint. ഇതിലെ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്താ? അൺലിമിറ്റഡ് ആണ്. The partners enjoy the right to participate the management of the firm and their act are binding on each other as well as on the firm. അതായത് ഇത്തരത്തിലുള്ള അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള പാർട്ട്നേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഇതിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ, ഈ ഫേമിൻ്റെ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യാം, ധൈര്യപൂർവ്വം അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അവരുടെ ലയബിലിറ്റി എന്താണ്? അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ അസറ്റ് വരെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഫേമിന് നഷ്ടം വരികയാണെങ്കിൽ അത് നികത്തുന്നതിന് വേണ്ടി നൽകേണ്ടതായിട്ട് വരും. ദെൻ ഇവിടെ രജിസ്ട്രേഷൻ ഓഫ് ദ ഫേം ഈസ് ഒപ്റ്റിമൽ അല്ലേ. ഇവിടെ ഇത്തരത്തിലുള്ള അൺലിമിറ്റഡ് ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. ഒപ്റ്റിമലാണ്. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ കമ്പൽസറി ഒന്നും പറയുന്നില്ല. രജിസ്ട്രേഷൻ കമ്പൽസറി ഒന്നുമല്ല ഏതിൽ? അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സമയത്ത്. ഇനി ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ, ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് ദ ലയബിലിറ്റി അറ്റ്ലീസ്റ്റ് വൺ പാർട്ട്ണർ ഈസ് അൺലിമിറ്റഡ്. ഇതിലൊരു പ്രത്യേകത ഉണ്ട്. ഇതിലെ ഒരു പാർട്ട്ണറുടെ ലയബിലിറ്റി അൺലിമിറ്റഡും ബാക്കിയുള്ളവരുടെ എന്താണ് ലിമിറ്റഡ് ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ആ ലിമിറ്റഡ് ആക്കിയിട്ട് വെച്ചിരിക്കുന്ന പാർട്ട്നേഴ്സിനെ എന്താണ്, അവർക്ക് ഇതിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊന്നും എന്ത് ചെയ്യില്ല, അവർ എൻജോയ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലൊന്നും ഇവർ ഇടപെടുകയില്ല. നമുക്ക് നോക്കാം. ദ ലിമിറ്റഡ് പാർട്ട്നേഴ്സ്, ഇതിലെ ലിമിറ്റഡ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡു നോട്ട് എൻജോയ് ദ റൈറ്റ് ഓഫ് ദ മാനേജ്മെൻറ്റ് ആൻഡ് ദെയർ ആക്ട് ഡു നോട്ട് ബെൻ ദ ഫേം ഓർ അതർ പാർട്ട്നേഴ്സ്. അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടില്ല, മറ്റ് പാർട്ട്നേഴ്സിൻ്റെ പോലെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് ഇടപെടുന്നില്ല. ദെൻ രജിസ്ട്രേഷൻ ഓഫ് സച്ച് പാർട്ട്ണർഷിപ്പ് ഈസ് കമ്പൽസറി. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള പാർട്ട്ണർഷിപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷനും ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിലെ അടുത്ത ഒരു മേഖലയാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുന്നത്. നിങ്ങൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാം. നമ്മുടെ ചുറ്റുഭാഗത്ത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ നമുക്ക് കാണാം. ബാങ്കിങ് മേഖല, അഗ്രികൾച്ചറൽ സെക്ടർ, പ്രൊഡക്ഷൻ സെക്ടർ, കൺസ്യൂമർ സെക്ടർ അല്ലേ, ഹൗസിംഗ് സെക്ടർ, ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള കൺസ്യൂമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ, ഒരു എക്സാമ്പിളാണത്. കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് കേട്ടിരിക്കും. അത്തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ചാണ് നമുക്ക് ഇന്നിവിടെ പഠിക്കേണ്ടത്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ജനങ്ങൾ സ്വമേധയാ രൂപീകരിക്കുന്ന ഒരു സ്ഥാപനം. കുറച്ച് ആൾക്കാർ അതിന് പ്രത്യേകിച്ച് ജാതിയോ മതങ്ങളോ അല്ലെങ്കിൽ വർഗവ്യത്യാസങ്ങളോ ഒന്നും ഇല്ലാതെ വെൽഫെയർ മോട്ടീവ് വെച്ചുകൊണ്ട്, ഇതിലെ മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാരുടെ വെൽഫെയർ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ ആൾക്കാരും ഫണ്ട് എടുത്തുകൊണ്ട് രൂപീകരിക്കുന്ന സ്ഥാപനങ്ങളാണ് ഏതെന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ ഡെഫിനിഷൻ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ. വോളണ്ടറി അസോസിയേഷൻ ജനങ്ങളുടെ ഒരു സ്വമേധയെ രൂപീകരിച്ചാണ്. ഹു ജോയിൻ ടുഗദർ, അവരെല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് ഇത് രൂപീകരിക്കുന്നത്. ജോയിൻ ടുഗദർ വിത്ത് ദ മോട്ടീവ് ഓഫ് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ്. ഇതിൽ മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാരുടെ വെൽഫെയർ, ക്ഷേമം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്തരം സ്ഥാപനങ്ങൾ മിഡിൽമെൻസ്
അല്ലേ, മധ്യവർത്തികളായിട്ടുള്ള ആൾക്കാരുടെ ചൂഷണം, എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. നമുക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഫീച്ചേഴ്സിലേക്ക് നോക്കാം. ഏറ്റവും ആദ്യം വോളണ്ടറി അസോസിയേഷനാണ്. വോളണ്ടറി അസോസിയേഷൻ എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും, ജാതിയോ ഇതിൽ പറയുന്നുണ്ട് അല്ലേ, ദ മെമ്പർഷിപ്പ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ വോളണ്ടറി. സ്വമേധയാ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യുക, അതിൽ മെമ്പേഴ്സ് ആവാം. എ പേഴ്സൺ ഈസ് ഫ്രീ ടു ജോയിൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ക്യാൻ ആൾസോ ലീവ്. അല്ലേ, അതിൻ്റെ മീനിങ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. ആ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ വളരെ സ്വമേധയാ ഇതിൽ ജോയിൻ ചെയ്യാം, അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എല്ലാവർക്കും മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺ ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് എന്താ ദെയർ റിലീജിയൻ, കാസ്റ്റ് ആൻഡ് ജെൻഡർ. അല്ലേ, ജാതിമത എന്താണ് വർഗ വ്യത്യാസങ്ങൾ കൂടാതെ ആർക്ക് വേണമെങ്കിലും ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറാവാം. ആയതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് എന്താ, വോളണ്ടറി അസോസിയേഷനാണ്. ദെൻ സെക്കൻഡ് വൺ, ലീഗൽ സ്റ്റാറ്റസ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അതിൻ്റെ രജിസ്ട്രാറുടെ മുന്നിൽ രജിസ്റ്റർ ചെയ്യുകയും ആ രജിസ്റ്റർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. രജിസ്ട്രേഷൻ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കമ്പൽസറി. അല്ലേ, നിർബന്ധമാണ് രജിസ്ട്രേഷൻ. അതേപോലെ ദിസ് അക്കോർഡ്സ് എ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ടു എ സൊസൈറ്റി വിച്ച് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ച് കഴിഞ്ഞാൽ അതിലെ മെമ്പേഴ്സും അതേപോലെ തന്നെ പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫേമും രണ്ടും വ്യത്യസ്തമാണ്. രണ്ടിന് സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട്, നിലനിൽപ്പുണ്ട്. ഇറ്റ്സ് എക്സിസ്റ്റൻസ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ എൻട്രി ഓർ എക്സിസ്റ്റ് ഇറ്റ്സ് മെമ്പേഴ്സ്. അല്ലേ, ഇതിപ്പോൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ മെമ്പർക്ക് വേണമെങ്കിൽ വീണ്ടും പുതിയ മെമ്പർക്ക് ആഡ് ആവാം, അല്ലെങ്കിൽ പഴയ മെമ്പർക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് എക്സിറ്റ് ഒക്കെ ചെയ്യാം. അതേപോലെ തന്നെ ദ സൊസൈറ്റി ക്യാൻ എൻറ്റർ ഇൻ ടു കോൺട്രാക്ട് ആൻഡ് ഹോൾഡ് പ്രോപ്പർട്ടി ഇൻ ഇറ്റ്സ് നെയിം ആൻഡ് സ്യൂ ആൻഡ് ബി സ്യൂഡ് ബൈ അതേഴ്സ്. അല്ലേ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രൂപീകരിച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റീനെ ആ സൊസൈറ്റിയുടെ പേരിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്വത്ത് സ്വന്തമാക്കാം. സ്വത്ത് സ്വന്തമാക്കുന്നതിനോടൊപ്പം തന്നെ ഇത് രജിസ്ട്രേഷൻ ചെയ്തതുകൊണ്ട് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മറ്റു മെമ്പേഴ്സിൻ്റെ പേരിലോ മറ്റാൾക്കാരുടെ പേരിലോ എന്ത് ചെയ്യാം, കേസ് ഫയൽ ചെയ്യാം. അതേപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മെമ്പേഴ്സിനും എന്ത് ചെയ്യാം, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എതിരെ കേസ് ഫയൽ ചെയ്യാം. സ്യൂ ആൻഡ് ബി സ്യൂഡ്. അല്ലേ, സ്യൂ ആൻഡ് ബി സ്യൂഡ് ബൈ അതേഴ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, കേസ് ഫയൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ കമ്പൽസറി ആക്കണം. ദെൻ അടുത്തത് ഫീച്ചേഴ്സ് പറഞ്ഞ ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ സോൾ പ്രോപ്പർട്ടിഷിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞു അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. പാർട്ട്ണർഷിപ്പിൽ അതിൽ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്താണ്, അൺലിമിറ്റഡ് ആണ് എന്നുള്ള കാര്യവും പറഞ്ഞു. എന്നാൽ ഇവിടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ലയബിലിറ്റിയുടെ കേസ് നോക്കാം. ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ലിമിറ്റഡ് ടു എക്സ്റ്റെൻഡ് ഓഫ് ദ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദം ആസ് ക്യാപിറ്റൽ. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് അവർ എത്രയാണോ ഇതിലേക്കായിട്ടുള്ള ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത് ആ ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിനൊരു ലീഗൽ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കിയിരിക്കും. ഞാൻ ഇത്ര എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ അത്രയും എമൗണ്ടിനുള്ള ലയബിലിറ്റിയെ പിന്നെ എന്തുള്ളൂ, ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിനുള്ളൂ. മനസ്സിലായല്ലോ? കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് എത്രയാണോ ഫണ്ട് എടുത്തത് ആ ഫണ്ട് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും ആ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റിയും ബാധ്യതയും. ദെൻ അടുത്ത പോയിന്റ് പറയുന്നത് ഇതിൻ്റെ കൺട്രോളാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇതിലെ ഒരു ബോർഡ് ഓഫ് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യും. ആ ബോർഡ് ഓഫ് മെമ്പേഴ്സാണ് ഇതിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ കൺട്രോൾ ചെയ്യുക. നോക്കാം. ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻ ഇലക്റ്റഡ് മാനേജിങ് കമ്മിറ്റി വിൽ ടേക്ക് ഡിസിഷൻ. ഒരു ഇലക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും. ആ കമ്മിറ്റി ആയിരിക്കും ഇതിൻ്റെ ഡിസിഷൻസ് എടുക്കുക.
The right to vote give the members a chance to choose the members who will constitute the managing committee, and this lend the cooperative society a democratic character. Each member can one vote. ഓരോ മെമ്പർക്കും ഒരു വോട്ട് അല്ലേ, അതൊരു ഇക്വാലിറ്റിയാണ്. ആ ഇക്വാലിറ്റി അടിസ്ഥാനത്തിലാണ് ഇതിൽ എന്തുള്ളത്, മെമ്പേഴ്സിനെ വോട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമ്മളിതിൽ പറഞ്ഞു ഒരു മാനേജിങ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കും. അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ എന്താണ്, ഓരോ മെമ്പേഴ്സിന് എന്താണ്, ഈച്ച് മെമ്പർ ക്യാൻ വൺ വോട്ട്, ഓരോ മെമ്പർക്കും ഒരു വോട്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതൊരു ഡെമോക്രാറ്റിക് വേ ആണ്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി അത്തരത്തിലുള്ളൊരു ഡെമോക്രാറ്റിക് വേയിലാണ് ഇതിൻ്റെ ആൾക്കാരെ സെലക്ട് ചെയ്യാറും അതിൻ്റെ ഭരണ നടത്തിപ്പൊക്കെ നടത്തുന്നത്. ദെൻ അടുത്തത് ഇവരുടെ അഞ്ചാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞു, ഫിഫ്ത്ത് പോയിന്റ്, ദ സർവീസ് മോട്ടീവ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സാണ്. ഇപ്പോൾ വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ് എന്നുള്ളതിലുപരി അതെന്താ, നേരത്തെ പറഞ്ഞു മിഡിൽമെൻസിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻസിനെ എന്ത് ചെയ്യുക, ഒഴിവാക്കുന്നതിനും കൂടിയാണ് എന്താണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എംഫസൈസ് ഓൺ ദ വാല്യൂ ഓഫ് മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് വെൽഫെയർ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ആൾക്കാരൊക്കെ ഒരു ഫണ്ട് എടുത്തു ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ച് കഴിഞ്ഞാൽ ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, മിതമായ നിരക്കിൽ അല്ലെങ്കിൽ ഫെയർ പ്രൈസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് സാധനങ്ങൾ എത്തിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു സാധാരണ നമ്മുടെ ലൊക്കാലിറ്റിയിലൊക്കെ കടയിൽ ചില മിഡിൽമെൻസ് ഉണ്ടായിരിക്കും, മധ്യവർത്തികളുണ്ടാകും. അവർ ധാരാളം പൈസ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ളൊരു എക്സ്പ്ലോയിറ്റേഷൻ ഏതിലുണ്ടാവുന്നില്ല, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലില്ല. ഇഫ് എനി സർപ്ലസ് ഈസ് ജനറേറ്റ് ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ്സ് ഓപ്പറേഷൻ. ഇനി എന്താ, ഈ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും സർപ്ലസ്, എന്തെങ്കിലും മെച്ചങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മെച്ചങ്ങൾ എന്തായിരുന്നു, ഡിവിഡൻഡ് ആയിട്ടുള്ള രൂപത്തിൽ ഇതിൻ്റെ മെമ്പേഴ്സിനെ വീതിച്ചു കൊടുക്കും. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും സർപ്ലസ് ഫേം നടത്തിയിട്ട് എന്തെങ്കിലും ലാഭങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മെച്ചങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മെച്ചം അല്ലെങ്കിൽ ആ ബെനിഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈക്വലി എല്ലാവർക്കും എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് കൊടുക്കും. എങ്ങനെ ഡിവൈഡ് ചെയ്യും, ഓരോരുത്തർ അതിനൊരു പ്രത്യേക റേഷ്യോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ റേഷ്യോൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെ ബൈലോ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു നിയമാവലി ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ നിയമാവലിക്ക് അനുസൃതമായിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഡിവിഡൻഡ് കൊടുക്കലൊക്കെയാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകത. ദെൻ നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എന്താണ് മെറിറ്റ്സുകളാണ്. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഈക്വാലിറ്റി ഇൻ വോട്ടിംഗ് റൈറ്റ്. ഞാൻ നേരത്തെ ഈ പോയിന്റ് പറഞ്ഞു, ഈക്വാലിറ്റി ഇൻ വോട്ടിംഗ് റൈറ്റ്. എല്ലാവർക്കും ഈച്ച് മെമ്പർ അല്ലേ, ഇപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചപ്പോൾ അതിലുള്ള ഓരോ മെമ്പേഴ്സിനും അല്ലേ ഈച്ച് മെമ്പർ ക്യാൻ വൺ വോട്ട്. ഇവിടെ നോക്കാം, ദ പ്രിൻസിപ്പിൾ ഓഫ് വൺ മാൻ വൺ വോട്ട്. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. വൺ മാൻ വൺ വോട്ട്. ഐഡൻറ്റിഫൈ ദ ബിസിനസ് ഓർഗനൈസേഷൻ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് വരണം. അപ്പോൾ ഈ ഒരു ടേം നന്നായിട്ട് ഓർമ്മയിലേക്ക് വരണം. വൺ മാൻ വൺ വോട്ട്, ഒരു മനുഷ്യനെ ഒരു വ്യക്തിക്ക് ഒരു വോട്ട്. ഗവേൺസ് ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ, ഇതിൻ്റെ ഭരിക്കുമ്പോൾ ഇതിന് ഒരു വ്യക്തിക്ക് ഒരു മെമ്പർക്ക് ഒരു വോട്ട് എന്നുള്ള രീതിയിലാണ്. റെസ്പെക്ട് ഓഫ് ദ എമൗണ്ട് ഓഫ് ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ ദ മെമ്പേഴ്സ്. ഇതിൽ ഓരോരുത്തർ എന്താ എത്ര ഫണ്ട് എടുത്ത് എന്ന് നോക്കിയിട്ടല്ല. സപ്പോസ് ഒരു മെമ്പർ ചിലപ്പോൾ 50,000 എടുത്തുണ്ടാവും, മറ്റൊരു മെമ്പർ ചിലപ്പോൾ 75,000 എടുത്തുണ്ടായിരിക്കും. പക്ഷേ വോട്ടിംഗ് റൈറ്റ് എല്ലാവർക്കും ഒരേപോലെയാണ് അല്ലേ, വൺ മാൻ വൺ വോട്ട് എന്നുള്ള രീതിയിൽ ആണ്. അടുത്തത് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ടു എക്സ്റ്റെൻറ്റ് ഓഫ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ഓരോ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ആ മെമ്പേഴ്സ് എത്രയാണോ അവർ അതിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ആ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തതിന് ഒക്കെ അനുസൃതമായിരിക്കും അവർക്കുള്ള ലയബിലിറ്റി. Then the personal asset of the members are therefore safe from being used repay business debt. ആയതുകൊണ്ട് തന്നെ നമ്മൾ സോൾ പ്രോപ്പർട്ടിഷിപ്പിലും പാർട്ട്ണർഷിപ്പിലും ഉള്ളതിനേക്കാൾ ഒരു പോസിറ്റീവ് സൈഡ് ഏതിനുണ്ട്, കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ട്. കാരണം എന്താ, സോൾ പ്രോപ്പർട്ടിഷിപ്പിൽ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പിൽ എന്തുണ്ട്, അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ട്.
ഇവിടെ എന്താണ്, ഇവിടെ ഓരോരുത്തരും ആ മെമ്പേഴ്സ് എത്രയാണോ അതിനനുസരിച്ച് എന്തുള്ളൂ, ലയബിലിറ്റി ഉള്ളൂ. ആയതുകൊണ്ട് തന്നെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാർ ഒരു ഫേമിന് ലയബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവരുടെ പേഴ്സണൽ അസറ്റ് അതിലേക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ? ദെൻ അടുത്ത പോയിന്റ്, സ്റ്റേബിൾ എക്സിസ്റ്റൻസ്. സ്റ്റേബിൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കുറച്ച് മെമ്പേഴ്സ് ചേർന്നിട്ട് രൂപീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി വേറെ, അതിലെ മെമ്പേഴ്സ് വേറെയാണ്. അതായത് രണ്ട് പേർക്കും എക്സിസ്റ്റൻസ് ഉണ്ട് അല്ലേ, സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട്, നിലനിൽപ്പുണ്ട്. രണ്ട് പേർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള നിലനിൽപ്പുണ്ട്. നമുക്കിവിടെ നോക്കാം. ദ ഡെത്ത്, ബാങ്ക്രപ്സി or insanity of the members do not affect the continuity of the cooperative society. അല്ലേ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ മരണപ്പെടുകയോ അതേപോലെ തന്നെ കടക്കണിയിൽ പെടുകയോ അതല്ലെങ്കിൽ അയാൾക്ക് ബുദ്ധിമാന്ദ്യം സംഭവിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള അസുഖങ്ങൾ സംഭവിക്കുകയോ ചെയ്താൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യുന്നില്ല, അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അത് അതിൻ്റെ കണ്ടിന്യൂറ്റി ഇങ്ങനെ തുടർന്ന് പോയിക്കോളും. The society therefore operate unaffected by any change in the membership. ഇതിലെ മെമ്പേഴ്സ് മാറുന്നു എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എന്ത് ചെയ്യുന്നില്ല, അത് സ്റ്റോപ്പ് ആവുന്നില്ല. മെമ്പേഴ്സ് മാറിക്കൊണ്ടിരുന്നാലും ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി അവിടെ നിലനിന്ന് പോകും. അതുകൊണ്ടാണ് സ്റ്റേബിൾ എക്സിസ്റ്റൻസ് എന്നുള്ള വാക്കിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ദെൻ അടുത്തത് എക്കോണമി ഇൻ ഓപ്പറേഷൻ. എക്കോണമി എന്നുള്ളതിൻ്റെ മലയാള അർത്ഥം മിതത്വം എന്നതാണ്. റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ while at the time of the operation of the cooperative society firms. കോപ്പറേറ്റീവ് സൊസൈറ്റി ഫേമുകളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ചിലവുകൾ കൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അവർ ബൾക്കായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും കൂടിയിട്ട് ഒരുമിച്ചൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ചിലവ് കുറഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്താണ്, എക്കോണമി ഇൻ ഓപ്പറേഷനാണ്. നമുക്ക് നോക്കാം. ദ മെമ്പേഴ്സ് ജനറലി ഓഫേഴ്സ് ഹോണററി സർവീസ് ടു ദ സൊസൈറ്റി ആസ് ദ ഫോക്കസ് ഓൺ എലിമിനേഷൻ ഓഫ് മിഡിൽമെൻസ്. ദിസ് ഹെൽപ്പ് ദ റെഡ്യൂസിങ് കോസ്റ്റ്. അല്ലേ, നേരത്തെ പറഞ്ഞു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകത ഇതിലെ മിഡിൽമെൻസിനെ ഒഴിവാക്കുന്നു. അപ്പോൾ മിഡിൽമെൻസിനെ ഒഴിവാക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മിഡിൽമെൻസിനെ കുറച്ച് പൈസ ചിലവ് കൂടുതൽ വരും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ ഒഴിവാക്കുമ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നു, ഇതിലത്തെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനും അതിലുള്ള രൂപീകരിക്കുന്നതിനൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴൊക്കെ അതിൻ്റെ ചിലവ് കുറവാകും. The customers or producers themselves are members of the society and hence the risk of bad debts is lower. അപ്പോൾ ഇതിലുള്ള ആൾക്കാർ തന്നെ അല്ലെങ്കിൽ ഇതിൽ ഏകദേശം കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിൻ്റെ കസ്റ്റമേഴ്സും. അപ്പോൾ കസ്റ്റമേഴ്സൊക്കെ ആകുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഇതിലെ ബാഡ് ഡെബ്റ്റ്സ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് നേരിടാവുന്ന ചില റിസ്കുകളുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, പ്യുവർ റിസ്ക്കും അതേപോലെ സ്പെക്കുലേറ്റീവ് റിസ്കുകളൊക്കെ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള റിസ്കുകൾ എന്തായിരിക്കും, ഇവർ തന്നെയാണ് ഇതിലെ മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിലെ പ്രൊഡ്യൂസേഴ്സും അല്ലെങ്കിൽ കൺസ്യൂമേഴ്സും ഒക്കെ ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഇതിന് റിസ്ക് കുറവാണ്. ദെൻ സപ്പോർട്ട് ഫ്രം ദ ഗവൺമെൻറ്. പലപ്പോഴും കോപ്പറേറ്റീവ് ബാങ്കുകളെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ, പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻഡസ്ട്രി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, ബാങ്കിങ് സെക്ടറിലുണ്ട്, ഹൗസിംഗ് സെക്ടറിലുണ്ട്, പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇനി അത് നിങ്ങൾക്ക് ഒരു ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഗെറ്റ് സപ്പോർട്ട് ഫ്രം ദ ഗവൺമെൻറ് ഇൻ ഫോം ഓഫ് ലോ ടാക്സ്. ഏതൊക്കെ രീതിയിലാണ് ഗവൺമെൻറ് സപ്പോർട്ട് കൊടുക്കാറ്? കുറഞ്ഞ ടാക്സ്, സബ്സിഡി ആൻഡ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ലോൺ. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്കൊക്കെ ആവശ്യമായിട്ട് എന്തെങ്കിലും ഫണ്ട് വേണ്ടിയിട്ട് ബാങ്കുകളെ ഇതിനൊക്കെ ഗവൺമെൻറ്റിനൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, വളരെ കുറഞ്ഞ റേറ്റിലുള്ള പലിശ നിരക്കിലുള്ള വായ്പകൾ, ഫണ്ടുകൾ, ലോണുകൾ അനുവദിക്കും. ദെൻ അടുത്ത പോയിന്റ് ഈസി ഫോർമേഷനാണ്. ഈസി ഫോർമേഷൻ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു,
വോളണ്ടറി അസോസിയേഷൻ ആണെന്ന് നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നോക്കാം. ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ ബി സ്റ്റാർട്ടഡ് വിത്ത് എ മിനിമം ഓഫ് 10 മെമ്പേഴ്സ്. ഒരു 10 ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മിനിമം രൂപീകരിക്കാൻ കഴിയും. ദ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഈസ് സിമ്പിൾ ഇൻവോൾവിങ് എ ഫ്യൂ ലീഗൽ ഫോർമാലിറ്റീസ്. രജിസ്ട്രേഷൻ്റെ സൈഡിൽ കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. കാരണം ഇതിലെ മെമ്പേഴ്സ് അവരുടെ കൺസെൻറ്റ് ലെറ്ററൊക്കെ കൊടുക്കണം. അവർ ഇതിൻ്റെ രജിസ്ട്രാറിൽ പോയി കണ്ടിട്ട് കുറേ റിപ്പോർട്ടുകളൊക്കെ സമർപ്പിക്കേണ്ടതുണ്ട്. എന്താണ് ഈ ഫേമിൻ്റെ എയിം, ഏത് ടൈപ്പാണെന്നൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ ലീഗൽ ഫോർമാലിറ്റീസൊക്കെ എന്തിലുള്ളൂ, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ളൂ. ഇറ്റ്സ് ഫോർമേഷൻ ഈസ് ഗവേൺഡ് ബൈ ദ പ്രൊവിഷൻ ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയൊക്കെ ഗവൺമെൻറ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈസി ഫോർമേഷൻ എന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഒന്നാമത്തെ ലിമിറ്റേഷനാണ് ലിമിറ്റഡ് റിസോഴ്സസ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് അതിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ എത്രയാണ് എമൗണ്ട് ഉള്ളത്, ആ എമൗണ്ട് ഇവർക്ക് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഇതിലെ മെമ്പേഴ്സിൻ്റെ കയ്യിലുള്ള ഫണ്ട് കുറവായിരിക്കും. അതേപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ത് ചെയ്യുന്നില്ല, വലിയൊരു ഡിവിഡൻഡ് ഓഫർ ചെയ്യണില്ല അല്ലേ. ലാഭം ഉള്ളത് എന്താണോ ആ ലാഭം ഉള്ളത് ചിലപ്പോൾ അവരുടെ സ്ഥാപനത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കും. അതിൻ്റെ ബാക്കിയൊക്കെ ഉള്ളതായിരിക്കും ഇതിലെ മെമ്പേഴ്സിനെ കൊടുക്കുക. അപ്പോൾ പലപ്പോഴും ഡിവിഡൻറ്റിൻ്റെ റേറ്റ് വളരെ കുറവായതിനാൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കും. ദെൻ ഇൻഎഫിഷ്യൻസി ഇൻ മാനേജ്മെൻറ്റ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ അതിൻ്റെ ഭരണം അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് അതിനെ സെലക്ട് ചെയ്യുന്ന ബോർഡ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനെ ഇലക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്റ്റഡ് അല്ലെങ്കിൽ മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാർ തിരഞ്ഞെടുത്ത ആൾക്കാരാണ് ഇതിൻ്റെ ഭരണം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആർ അൺഏബിൾ ടു അട്രാക്ട് ആൻഡ് എംപ്ലോയ് എക്സ്പേർട്ട് മാനേജേഴ്സ് ബിക്കോസ് ഓഫ് ദർ ഇൻഎബിലിറ്റി ടു പേ ദം ഹൈ സാലറീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവരെടുക്കുന്ന കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫണ്ട് വളരെ കുറവായതിനാൽ അവർക്കൊരു നല്ലൊരു എക്സ്പേർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങോ അതേപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടുകളോ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, അതേപോലെ ബിസിനസ്സിൻ്റെ ലാഭങ്ങൾ നന്നായിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപദേശകർ അല്ലെ, അഡ്വൈസറി ബോഡീസിനൊന്നും ഇവർക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ, അവർക്കൊക്കെ വലിയ സാലറി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ളൊരു എക്സ്പേർട്ടിൻ്റെ കുറവ് ഏതിൽ വരുന്നുണ്ട്, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വരുന്നത്. അതുകൊണ്ടാണ് ഇൻഎഫിഷ്യൻസി ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിലുള്ള മെമ്പേഴ്സൊന്നും പ്രൊഫഷണലി അത്ര എക്യുപ്ഡ് ആയിരിക്കില്ല, അല്ലെ പ്രൊഫഷണലി ഒരു സ്കില്ലുള്ള ആൾക്കാരോ ഒന്നും ആവണം. ചില സമയത്ത് ഉണ്ടാവട്ടോ, എന്നാലും പൊതുവെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാരൊക്കെ ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ ഇൻഎഫിഷ്യൻ്റ് ആകുമ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ മാനേജ്മെൻറ്റ് ഇൻഎഫിഷ്യൻ്റ്. ഈ ഒരു പോയിൻറ്റിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായി, ഇൻഎഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ദെൻ അപ്പോൾ ഈ ഒരു പോയിന്റ് ഒന്നുകൂടി നോക്കാം. ദ മെമ്പേഴ്സ് ആർ ജനറലി നോട്ട് പ്രൊഫഷണലി എക്യുപ്പഡ്. അവർ പ്രൊഫഷണലി അവരെന്താ നല്ലൊരു വെൽ എക്യുപ്പഡ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങളിലൊക്കെ നന്നായി ഇടപെട്ട് പ്രവർത്തിക്കാനായി ആവശ്യമായിട്ടുള്ള കഴിവും അതേപോലെ തന്നെ പ്രവർത്തനക്ഷമതയും ഒക്കെ കുറവായിരിക്കും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിന്. അടുത്തതാണ് ലാക്ക് ഓഫ് സീക്രസി. കോഓപ്പറേറ്റീവ് മെമ്പേഴ്സിൽ മിനിമം ഒരു 10 മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞു, പിന്നെ അതേപോലെ മാക്സിമത്തിൻ്റെ നമ്പേഴ്സൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ഒക്കെ കുറച്ചൊക്കെ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഇവരുടെ എന്തെങ്കിലും ട്രേഡ് സീക്രട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസൊക്കെ രഹസ്യമാക്കി വയ്ക്കാൻ, സീക്രട്ടായിട്ട് വയ്ക്കാൻ പലപ്പോഴും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സ്ഥാപനങ്ങൾക്ക് കഴിയണം എന്നില്ല. കാരണം അവരുടെ പ്രത്യേകത ലാക്ക് ഓഫ് സീക്രസിയാണ്. കാരണം പരസ്പരം കുറച്ച് മെമ്പേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയണം എന്നില്ല. ദെൻ അടുത്തത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളാണ്. ഗവൺമെൻറ് ഇതിൻ്റെ രജിസ്ട്രേഷൻ കമ്പൽസറി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അപ്പോൾ അവർ ഓരോ ഡോക്യുമെൻ്റ് ചോദിക്കും, ആ ഡോക്യുമെൻ്റ് എല്ലാം സമർപ്പിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അക്കൗണ്ടിങ് ഓഡിറ്റ് ചെയ്യുക, അതിൽ അക്കൗണ്ടിൽ എന്തെങ്കിലും തിരിമറികൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ചെയ്യാറുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇവരെ
കൺട്രോൾ ചെയ്യാനുണ്ടാകും എന്നുള്ളൊരു തോന്നൽ ഏതിലുണ്ട്? കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. നോക്കാം. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹാവ് ടു കംപ്ലൈ വിത്ത് സെവറൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിലേറ്റഡ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഗവൺമെൻറ് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഓഡിറ്റിംഗ് ഓഫ് ദി അക്കൗണ്ട്, സബ്മിഷൻ ഓഫ് അക്കൗണ്ട് തുടങ്ങിയ മേഖലകളിൽ എന്ത് ചെയ്യുന്നത്? ഗവൺമെൻറ് ഒരു കണ്ണ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇൻ്റർഫിയറൻസ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ത്രൂ കൺട്രോൾ exercised by the state cooperative department also negatively affect its freedom of operation. പലപ്പോഴും ഗവൺമെൻറ് ഇതിൻ്റെ ഡേ ടു ഡേ അഫേഴ്സിലൊക്കെ എപ്പോഴെപ്പോഴും ഇടപെടുന്നത് കൊണ്ട് ഇവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ അല്ലേ, ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ ലഭിക്കുന്നില്ല. ദെൻ ലാസ്റ്റ് പോയിന്റ് വരുന്നത് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ. ഇതിൽ മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാർ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓരോരുത്തരും ഫണ്ടൊക്കെ എടുത്തിട്ടാണല്ലോ രൂപീകരിക്കുന്നത്. അപ്പോൾ അതിലെ മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വല്ല ഡിഫറെൻ്റ് ഒപ്പീനിയനോ കോൺഫ്ലിക്റ്റുകളോ ഒക്കെ ഉണ്ടാവാം. പാർട്ട്നേഴ്സിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് പോലെ ഇതിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലും എന്തുണ്ടായിരിക്കും? കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ തർക്കങ്ങൾ നടക്കുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുകയോ അതിനോട് ബന്ധപ്പെട്ട് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ലാഭം നേടിയെടുക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ വെൽഫെയറാണ് ഇവരുടെ മോട്ടീവ്, വെൽഫെയറൊക്കെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെറിറ്റ്, ഡിമെറിറ്റ് എന്നിവ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതേപോലെ തന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, അതിൻ്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്, ഡിമെറിറ്റ് ഒക്കെ, പിന്നെ അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെയാണ് നമുക്കിനി അടുത്ത് പഠിക്കേണ്ടത് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.